അനീഷിന്റെ അടുത്ത് മുൻഷിയുടെ എല്ലാ ചൊറികളും ഒന്നും നടക്കില്ല എന്ന് മനസ്സിലാക്കി മുൻഷി ഇപ്പൊ അനീഷിനെ ചൊറിയാൻ പോകുന്നത് നിർത്തിയിട്ട് അനീഷിന്റെ മുന്നിൽ വെച്ച് നമ്മുടെ അനുമോളെ ചൊറിയാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല മുൻഷി ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, ഇതുവരെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാൻ പറ്റാത്തത്, ഇവരൊക്കെ ഇങ്ങനെ ഗെയിം കളിക്കുന്നതെല്ലാം കണ്ട് പഠിച്ചു വന്നിട്ട് അതേ ഗെയിം ഒന്ന് ഇട്ട് നോക്കുകയാണ്. അപ്പൊ ലൈവിൽ നടന്ന വലിയ വലിയ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. സീരിയൽ ഗ്രാൻഡ് ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പൊ രാവിലെ അനീഷുമായിട്ട് മുൻഷി ഒന്ന് നടത്തമൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ അനുമോള് കിച്ചണിൽ ഇരിക്കുകയാണെങ്കിൽ അതാണ് ഒരു ദിവസത്തെ മൊത്തത്തിലുള്ള ഒരു കോണ്ടന്റ് എന്നറിയാവുന്ന മുൻഷി അവിടേക്ക് പോവുകയാണ്. അതായത് കിച്ചണിൽ പോയി സഹായിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ അവിടെ പോയി പിന്നെ ഓരോന്ന് അനുമോളെ ഇട്ട് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാണ്. അനുമോൾക്ക് മനസ്സിലായി മുൻഷി മൊത്തത്തിൽ ചൊറിയാണ്. കാരണം മുൻഷി അനീഷിനെ ഇട്ട് ചൊറിയുന്നതൊക്കെ അനുമോൾ കാണുന്നുണ്ട്. അപ്പൊ തന്നെയും ഇങ്ങനെ ചൊറിയാൻ വേണ്ടി തന്നെയാണ് മുൻഷി റെഡിയായി വന്നിരിക്കുന്നത് എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് പിന്നെ മൊത്തത്തിലുള്ള ഒരു ഏകദേശ അന്തരീക്ഷം അനുമോൾക്ക് പിടികിട്ടി. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്നവരടുത്തും അനുമോൾ ഒന്ന് ഒരു എന്താ പറയാ, ഒരു കവർ ചെയ്തിട്ടേ നിൽക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതുപോലെ തന്നെ താൻ കൂടുതൽ പ്രതികരിക്കരുത് എന്നൊരു തീരുമാനം അനുമോൾക്ക് വന്നതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ മുൻഷി സവാള എരിയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ സവാള എരിയുന്ന നമ്മുടെ അനുമോളുടെ ഒരു രീതി ഉണ്ടല്ലോ, അത് ചിലരുടെ ഒരു സ്വഭാവമാണ്. അവർക്ക് അവരുടെ കൈകൊണ്ട് അത് അത്രയും ചെയ്തു തീർക്കാതെ ഒരു തൃപ്തി ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ മുൻഷി സവാള എരിയുന്ന സമയത്ത് അത് അങ്ങനെയല്ല, അത് കറക്റ്റായിട്ട് ഇങ്ങനെ അരിയണം എന്നാലേ പറ്റൂ. അപ്പോഴത്തേക്കും ഇതിപ്പം നീ ഇങ്ങനെയല്ലേ നീ ചെയ്യത്തോളൂ, നിനക്കല്ലേ ചെയ്യാൻ താല്പര്യമുള്ളൂ, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കില്ലല്ലോ എന്നൊരു രീതിയിലേക്ക് മുൻഷി സംസാരിക്കുന്നുണ്ട്. നൂറ് അന്നേരം അങ്ങോട്ടേക്ക് വന്നിട്ട് എന്താ മുൻഷി ചേട്ടൻ സഹായിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം പറയുന്നുണ്ട്, ഞാൻ സവാള ഒന്ന് അരിയാൻ തുടങ്ങിയപ്പോഴത്തേക്കും അത് അങ്ങനെയല്ലെന്ന് പറഞ്ഞത് അങ്ങ് അനുമോള് മേടിച്ചു എന്ന് പറയുന്നു. അപ്പം നൂറ പറയുന്നുണ്ട്. അപ്പൊ നൂറയ്ക്ക് മറുപടി ഒന്നും അനുമോൾ കൊടുക്കുന്നില്ലെങ്കിലും നൂറ ഇപ്പൊ പറയുന്നുണ്ട്, അത് അനുവിന്റെ സ്വഭാവം അങ്ങനെയാ എന്ന് പറഞ്ഞിട്ട് നൂറ അങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഏതായാലും ഈ 2 ദിവസം ആയപ്പോഴത്തേക്കും നൂറയ്ക്കും നൂറയ്ക്കും ആദിലയ്ക്കും അനുമോളോട് മിണ്ടാൻ ഒരു താല്പര്യവും ഇല്ലെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് അനീഷ് വെസൽ കഴുകിക്കൊണ്ടിരിക്കുകയാണ്, മീൻസ് പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. തിരിഞ്ഞു നിന്ന് അനുമോളുടെ കാര്യം നോക്കി ഒന്നും മിണ്ടാതെ ഓരോന്ന് ചെയ്യാണ്. അപ്പൊ അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ മുൻഷി അനുമോളോട് നീ ഫുഡൊന്നും വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ വന്നില്ല, അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കാൻ നിനക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞതൊക്കെ അതൊക്കെ എന്ത് പറച്ചിലാണ്, എന്തൊക്കെയായാലും നിനക്ക് അറിയാമല്ലോ. അപ്പൊ ഉടനെ പറയുന്നുണ്ട്, ചേട്ടാ ഇവിടെ വന്നിട്ട് എന്തായാലും ശരി നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അടുക്കളയിലൊക്കെ പോയി കാണുമല്ലോ, അതൊക്കെ കണ്ടിട്ട് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ഐഡിയ ഒക്കെ ഉണ്ടാവും. പിന്നെ അവിടെ ഈ പറയുന്ന ഉണ്ടാക്കുമ്പോൾ ഉള്ള പൊടികളെല്ലാം ഒന്നും ഇട്ടല്ല ഞാൻ ഈ ഫുഡൊന്നും ഉണ്ടാക്കുന്നത്. ഇവിടെ വന്നിട്ട് നമുക്കിപ്പോ കഴിക്കുന്ന ഫുഡ് അതിനകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അറിയാം, അത് അതേപോലെ ചെയ്തു നോക്കുന്നു. അപ്പൊ പറയുന്നുണ്ടേ മുൻഷി അന്നേരം അതിനെതിരായിട്ട് പറയുന്നുണ്ട്, ഇത്രയൊക്കെ അറിയാലോ, ഇതെന്തോ അറിവല്ലേ, അപ്പൊ ഇതൊക്കെ പഠിച്ചിട്ടല്ലേ വന്നത്, ഇത് പഠിച്ചിട്ടാണല്ലോ വന്നത് എന്ന് വീണ്ടും മുൻഷി പറയുന്നുണ്ട്. അപ്പൊ അനുമോള് തർക്കിക്കുന്നുണ്ട്, ഇത് പഠിച്ചിട്ട് വരുന്നതല്ലല്ലോ, ഇതൊരു സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യർക്കും ഇതൊക്കെ അറിയാൻ പറ്റും. ഇപ്പം നമുക്കാണെങ്കിലും ഫണ്ണായിട്ട് നമ്മൾ പറയും, എന്തുവാ പുട്ടുണ്ടാക്കുന്നത്, ഇല്ല കുറ്റിയെടുത്ത് മാവെടുത്ത് കുത്തി അങ്ങോട്ട് ഇട്ടാ പുട്ടാവും എന്ന് പറയുന്ന കണക്കല്ലോ, അത് തമാശയ്ക്ക് പറയുന്നതാണ്. നമുക്കറിയാം ആ പുട്ട് നനച്ച് ഇതിനകത്തൊക്കെ എടുത്തിട്ട് കുറ്റിയെടുത്ത് വെച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നതെന്നുള്ളത്. നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലും നമുക്കൊരു ഐഡിയ ഒക്കെ ഉണ്ടാവും. ആ ഐഡിയ ആണ് അനുമോള് പറയുന്ന ഐഡിയ. പക്ഷേ മുൻഷി പറയുന്നത് അനുമോൾ ഇതെല്ലാം പഠിച്ചിട്ട് ഇവിടെ വന്നിട്ട് എനിക്കൊന്നും അറിയത്തില്ലേ എന്ന് പറയുന്നതാണ്. ആ തരത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും എരുതിയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ട് RJ ബിൻസി അങ്ങോട്ട് വരുന്നു. അപ്പൊ RJ ബിൻസി പറയുന്നുണ്ട്, നീ എന്നാലും ഇതിന്റെ മോളിൽ കയറി അന്ന് ഇരുന്നതോടി, അന്ന് അനുമോള് ഹൈറ്റ് ഇല്ലെന്നും പറഞ്ഞിട്ട് ഇതിന്റെ മോളിൽ കയറി ഇരുന്ന് ഇളക്കിയതൊക്കെ ഓർമ്മയില്ലേ, അതുവരെ കുത്തിപ്പൊക്കി ഇവിടെ ബിൻസി പറയുകയാണ്. നിനക്ക് ഇരിക്കാമെങ്കിൽ എനിക്കും ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന അതിനകത്ത് കയറി ഇങ്ങനെ ചരിഞ്ഞ് കയറി ഇരിക്കുകയാണ്. അപ്പൊ മുൻഷി പറയുന്നുണ്ട്, കാലൊന്നും എടുത്ത് വെക്കല്ലേ എന്ന് പറയുന്നുണ്ട്. അനുമോൾ മൈൻഡ് ഇതൊരു സീരിയസ് ആയിട്ടൊരു കാര്യം കൺസിഡർ പോലും ചെയ്യാത്ത കണക്ക് അനുമോളുടെ ഇതായിട്ട് നിന്നിട്ട് തക്കാളിയും സവാളയൊക്കെ ഇട്ട് ഇങ്ങനെ വഴറ്റിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പം ബിൻസി ആണെങ്കിൽ വീണ്ടും അനുമോളെ വീണ്ടും കുത്താൻ തുടങ്ങിയിട്ടുണ്ട്. കത്തിയാണ് കയ്യിലിരിക്കുന്നത്, മുൻഷി ചേട്ടാ സൂക്ഷിച്ച് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അലമ്പ്. അപ്പം മുൻഷിയാണെങ്കിൽ ഇവിടെ അത് എനിക്ക് വേണ്ടിയിട്ടല്ല, അത് എന്നോടല്ല അനുമോളി പറയുന്നതൊന്നും, തിരിഞ്ഞിങ്ങനെ നിന്നിട്ട് എന്നോട് പറയുന്ന കണക്ക് വേറൊരാളത്ത് പറയാണ് എന്ന് പറഞ്ഞ് മുൻഷിയും ബിൻസിയും കൂടെ അനീഷിനെ അനുമോളെയും തമ്മിൽ ഒന്ന് കുത്തുന്ന കണക്കൊക്കെ പറയുന്നുണ്ട്. അനീഷ് എന്തിനാ അവിടെ നിന്ന് മാറിക്കൊടുത്തു. ഇതേ സമയം അനീഷ് അവിടെ നിന്ന് മാറിയിട്ട് അവിടെ പിന്നെ അനീഷിനെ കാണിക്കുന്നത്, അനീഷ് ആ ഒരു ബാത്റൂം ഏരിയയിലേക്ക് വരികയാണ്. അപ്പൊ അവിടെ സരികയുടെ അടുത്ത് നിന്നാ ഇപ്പൊ അടിപൊളി കോണ്ടന്റാ. കാരണം വെച്ചാൽ സരിക പുറത്തെ കാര്യങ്ങളെല്ലാം പറയും. അപ്പൊ സരിക പറയുന്നുണ്ട്, കേരളത്തിലെ ആണുങ്ങളുടെ വികാരം നൂറയും കേരളത്തിലെ പെണ്ണുങ്ങളുടെ വികാരം അത് അനീഷുമാണെന്ന്. അത് കേട്ടിട്ടുണ്ടെ ഷാനവാസ്
ഓ എന്നാ ഇപ്പൊ അനീഷിന്റെ മനസ്സിൽ ഇപ്പൊ ഒരു കാര്യം എടുത്ത് ചാടണ്ടായിരുന്നു എന്നിങ്ങനെ ഷാനവാസ് അനീഷിനെ കളിയാക്കാണ്. അനീഷാണെങ്കിൽ കേരളത്തിലെ പെണ്ണുങ്ങളുടെ വികാരം അനീഷോ എന്ന് കേട്ടിട്ടുണ്ടേ ഒയ്യോ നൂറ എന്നൊക്കെ പറഞ്ഞിട്ട് നൂറയ്ക്ക് പോയി കൈയൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ അങ്ങ് അനീഷ് കണ്ണാടി നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക, ഓ ഞാനിവിടെ വലിയ സംഭവമൊക്കെ ആയല്ലേ എന്നൊക്കെ. സംഭവം അനീഷ് അത്രയൊന്നും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. എന്നിട്ട് സരിക മറ്റൊരു കുത്ത് അത് നമ്മുടെ ഷാനവാസിന് കൊടുക്കുന്നുണ്ട്. ഇവിടെ വലിയ ആക്ടറായിട്ട് ഷോ ഒക്കെ കാണിച്ച് ഷോനവാസ് എന്തൊക്കെയോ കാണിച്ചിട്ട് അവിടെ ഷോനവാസിനെ ആരും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്ന രീതിയിൽ സരിക ഒരു ഡയലോഗ് ഇട്ടു. ഇവിടെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഹീറോ ആണ്, ഒരു ആക്ടർ ആണെന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് അപ്പോഴത്തേക്കും ഷാനവാസ് സെൽഫായിട്ട് തന്നെ പറഞ്ഞിട്ട് ഒന്നും ഉണ്ടായില്ല എന്ന് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവരൊക്കെ വന്നപ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒന്ന് ഉഷാറായി. എല്ലാവരും ഇല്ല ഒരു ഹോസ്റ്റലിൽ വൈബ് ചെയ്യുന്ന കണക്കായിരുന്നു ഈ ഒരു 2 ദിവസത്തിന് മുന്നേ വരെ. പക്ഷെ ആ ഒരു ഹോസ്റ്റൽ വൈബൊക്കെ മാറി. പിന്നെ അനുമോളും അക്ബറും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പാനി വന്നിട്ട് എനിക്ക് തോന്നുന്നു അപ്പാനി അക്ബറിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, അനുവിനെ അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യണ്ട, അനുവിന്റെ ഒപ്പം നിൽക്കണം എന്നുള്ളൊരു രീതിയിൽ എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അക്ബറിനും കുറച്ച് പോസിറ്റീവായിട്ട്, അക്ബർ, അപ്പാനി, അനുമോള് ഇവർ 3 പേരും കുറച്ച് പോസിറ്റീവായിട്ടൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരാം. അപ്പോൾ നിങ്ങൾ സീരിയൽ കാണുമ്പോൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഞാൻ പോയി വരാം. ബൈ.